വിളവെടുക്കാറായ നെൽകൃഷി കരിഞ്ഞ് കേടായ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കർഷകർ ആശങ്കയിൽ. പുത്തഞ്ചിറ പാറപ്പെട്ട കുറുങ്ങാപ്പാടം പാടശേഖരത്തിലെ നെൽകൃഷിയാണ് ഉപയോഗശൂന്യമായ അവസ്ഥയിലായിരിക്കുന്നത്. കേരള വിഷൻ സോളാർ ഹോംസ് പദ്ധതിയുടെ മാള മേഖല ഉദ്ഘാടനം നടന്നു. ദീർഘകാല സർവീസ് ഗ്യാരണ്ടിയും കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ലഭിക്കും വിധത്തിൽ ലോൺ സൗകര്യവും ഉപയോഗപ്പെടുത്തിയാണ് സോളാർ പദ്ധതി നടപ്പിലാക്കുക. മാള സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റാൻ നടപടിയായി. കെട്ടിടം പൊളിച്ചുമാറ്റാനായി ലേലം ഉറപ്പിച്ചു നൽകിയതായി ഇരിങ്ങാലക്കുട കെട്ടിട ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വിളവെടുക്കാറായ നെൽകൃഷി കരിഞ്ഞ് കേടായ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കർഷകർ ആശങ്കയിൽ. പുത്തഞ്ചിറ പാറപ്പെട്ട കുറുങ്ങാപ്പാടം പാടശേഖരത്തിലെ നെൽകൃഷിയാണ് ഉപയോഗശൂന്യമായ അവസ്ഥയിലായിരിക്കുന്നത്. 92 ഏക്കറോളം സ്ഥലത്താണ് കർഷകർ കൃഷി ചെയ്തത്. വിരിപ്പ്, മുണ്ടകൻ എന്നിങ്ങനെ 2 പൂക്കൃഷിയാണ് സാധാരണ ഇവിടെ ചെയ്യാറുള്ളത്. ഇത്തവണ ചെയ്ത മുണ്ടകൻ കൃഷിയിലാണ് നെല്ല് ഉണങ്ങി കരിഞ്ഞ നിലയിലായത്. KSDCയിൽ നിന്ന് ലഭിച്ച നെന്മണി ഉമാവിത്തുകളും കർഷകർ വാങ്ങിയ പൗർണമി വിത്തുമാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. ഇതിൽ 90% ചെയ്ത നെന്മണി ഉമാവിത്തുകളുടെ വിളവെടുക്കാറായ നെല്ലാണ് കേടായിരിക്കുന്നത്. എന്നാൽ പൗർണമി നെൽവിത്തിന്റെ നെല്ലിന് യാതൊരു കേടുമില്ലെന്ന് കർഷകർ പറയുന്നു. 92 ഏക്കറോളം ഈ തവണ കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ വിരിപ്പ് കൃഷിയും ചെയ്യുന്നുണ്ട്, മുണ്ടകൻ കൃഷിയും ചെയ്യുന്നുള്ളതാണ്. പുത്തഞ്ചിറയിൽ വ്യത്യസ്തമായി ഇതര പാടശേഖരം വ്യത്യസ്തമായി കൊണ്ട് ഇവിടെ മാത്രമാണ് ചുരുക്കത്തിൽ 2 പൂ കൃഷി ചെയ്യുന്നത്. ഈ 2 പൂ കൃഷി കഴിഞ്ഞാലും കുറേ സ്ഥലങ്ങളിൽ പച്ചക്കറി നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. പയർ ഉൾപ്പെടെയുള്ള പച്ചക്കറി കൃഷികളും ചെയ്യുന്നുണ്ട്. ഈ തവണ ഈ മുണ്ടകൻ കൃഷിക്ക് ഈ തവണ ചെയ്തിട്ടുള്ളത് പൊന്മണിയും അതുപോലെ തന്നെ ഉമയും വിത്തുകളാണ്. ഈ 2 വിത്തുകൾ നമുക്ക് KSDCയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. ഏതാണ്ട് 2800 കിലോ വിത്താണ് നമ്മൾ ഇതിനു വേണ്ടി ഇവിടെ ഈ പാടത്ത് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ വിത്ത് തികയാതെ വന്നപ്പോൾ കുറച്ച് പേര് പൗർണമി വിത്തും അത് ലോക്കലായിട്ട് വാങ്ങി ചെയ്ത പൗർണമി കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ഈ ഇതിൽ കാണുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ, കേടുകൾ സംഭവിച്ചിട്ടുള്ളത് ഈ മറ്റേ പൊന്മണിയും അതുപോലെ തന്നെ ഉമയും കൃഷി ചെയ്തിട്ടുള്ള നെല്ലുകളിലാണ്. പൗർണമി കൃഷി ചെയ്തിട്ടുള്ളവർക്ക് ഈ നെല്ലിന് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങൾ കാണുന്നില്ല. കുമ്മായക്കുറവിന്റെ പോരായ്മയൊഴിച്ചാൽ ബാക്കി എല്ലാ കീടനാശിനി പ്രയോഗങ്ങളും വളപ്രയോഗങ്ങളും കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യവുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നെല്ല് കേടായത് എന്ന ആശങ്കയിലാണ് കർഷകർ. വിവരം അറിയിച്ചതിനെ തുടർന്ന് പുത്തഞ്ചിറ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് PK ബിജു, MS ചിക്കു, ബിജുമോൻ എന്നിവർ കൃഷിസ്ഥലം സന്ദർശിച്ച് വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്കായി കൊണ്ടുപോയി. 60ഓളം കർഷകരാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ലോണെടുത്തും പലിശക്കെടുത്തും കടം വാങ്ങിയും മറ്റും ചെയ്ത കൃഷിയാണ് ഒന്നും ലഭിക്കാത്ത അവസ്ഥയിലായത്. കൃഷി ഉദ്യോഗസ്ഥർ തങ്ങളുടെ ദുരിതാവസ്ഥ മനസ്സിലാക്കി വേണ്ട നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ES ശശിധരൻ, സെക്രട്ടറി ഉല്ലാസ് വില്ലമംഗലത്ത് എന്നിവർ ആവശ്യപ്പെട്ടു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെയധികം തുക ഈ മേഖലയിൽ ലോണെടുത്തും കടം വാങ്ങിയും ഒക്കെ തന്നെ വട്ടിപ്പലിശയ്ക്കടക്കം കടം വാങ്ങി കൃഷി ചെയ്യുന്ന ധാരാളം നെൽകർഷകരകത്തുണ്ട്. ഇതിൽ പാട്ടത്തിന് കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ വമ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കുറേ കർഷകർ ഒരുപക്ഷെ ആത്മഹത്യയുടെ ഒരു വക്കീലത്തെ എത്തി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഒരു റെമ്യൂണർ അല്ല ഒന്നും തിരിച്ചു കിട്ടാത്ത ഒരു മണി നെല്ല് പോലും തിരിച്ചു കിട്ടാത്ത സാഹചര്യമുള്ളതുകൊണ്ട് ഇതിനുള്ള ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടപരിഹാരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. മീഡിയ ടൈം, മാള. കേരള വിഷൻ നടപ്പിലാക്കുന്ന കേരള വിഷൻ സോളാർ ഹോംസ് പദ്ധതിയുടെ മാള മേഖല ഉദ്ഘാടനം നടന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാള മേഖല യോഗത്തിൽ നടന്ന ചടങ്ങിൽ COA ജില്ലാ സെക്രട്ടറി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. സ്വീകാര്യമായിട്ടുള്ള പൊതുസമൂഹത്തിനും പൊതുസമ്മതിക്കും സ്വീകാര്യമായിട്ടുള്ളതും പൊതുവിൽ ജനങ്ങൾ സ്വീകരിക്കുന്നതുമായിട്ടുള്ള ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പോകാൻ അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കൊക്കെ നമ്മൾ അതിനോട് താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് കാര്യം. നമുക്കറിയാം, നമ്മൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് വലിയ രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവർ വലിയ കമ്പനിയായിട്ട് തന്നെയാണ് ഒരു വർഷത്തിനകത്ത് ഏറെക്കുറെ ഒരു 100-120 പേർക്കൊക്കെ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചു കൊടുത്തിട്ടുള്ള വലിയ ടേൺ ഓവർ ഉണ്ടാക്കിയിട്ടുള്ള വലിയ കമ്പനികളും ഈ ഇതിനോടൊപ്പം ഉണ്ട്. നമ്മളിപ്പോൾ നിലവിലുണ്ട്. നമ്മൾ അത്തരത്തിലേക്ക് ഇവരുമായി ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ നമ്മളോട് അവർ ആദ്യം പറഞ്ഞത്, നിങ്ങളൊരു സാധാരണ ഒരു ഏജൻസി പോലെ എടുത്ത് ഒരു 10-100 താഴെ വന്നിട്ട് നമുക്കത് ആലോചിക്കാം എന്ന നിലയിലാണ്. കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗവും
മാള കേബിൾ വിഷൻ MD-യുമായ ജിജോ ജോസഫ് ആദ്യ ബുക്കിംഗ് നൽകി. ടാറ്റ സോളാർ പവർ കമ്പനിയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന സോളാർ ഹോം പദ്ധതി ഉപഭോക്താക്കൾക്കും ലഭിക്കും വിധം ബുക്കിംഗ് സൗകര്യം ആരംഭിക്കും. കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയോടുകൂടി ദീർഘകാല സർവീസ് ഗ്യാരണ്ടി ഉറപ്പുവരുത്തുന്നതും കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ലഭിക്കും വിധത്തിൽ ലോൺ സൗകര്യവും ഉപയോഗപ്പെടുത്തിയുമായിരിക്കും സോളാർ പദ്ധതി നടപ്പിലാക്കുക എന്ന് പദ്ധതിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ സെക്രട്ടറി P. ആന്റണി അറിയിച്ചു. യോഗത്തിൽ COA മാള മേഖല പ്രസിഡന്റ് PS സുബിധൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CP പ്രദീപ് സംസാരിച്ചു. മേഖല ഓപ്പറേറ്റർമാർ പങ്കെടുത്തു. മാള സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റാൻ നടപടിയായി. കെട്ടിടം പൊളിച്ചുമാറ്റാനായി ലേലം ഉറപ്പിച്ചു നൽകിയതായി ഇരിങ്ങാലക്കുട കെട്ടിട ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പഴയ കെട്ടിടത്തിന് മുൻവശം വരെയാണ് വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുക. പുതിയ കെട്ടിടത്തിലേക്ക് പ്രായമായവർക്കും അംഗപരിമിതർക്കും എത്തിച്ചേരാൻ പഴയ കെട്ടിടത്തിന്റെ ഇടുങ്ങിയ നടവഴിയിലൂടെയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഇത് മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. മാള സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തിന്റെ പ്രവർത്തനോദ്ഘാടനം കഴിഞ്ഞ് 3 മാസമായിട്ടും പഴയ കെട്ടിടം പൊളിച്ചുമാറ്റാൻ നടപടിയായില്ല എന്ന് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് നൽകിയ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ സെപ്റ്റംബർ 10-നായിരുന്നു പുതിയ ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചത്. പുതിയ ഓഫീസ് കെട്ടിടത്തിനോട് ചേർന്ന് മുൻവശത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ ഓഫീസ് കെട്ടിടമാണ് പൊളിച്ചുമാറ്റാൻ നടപടി വൈകിയതായാണ് പരാതിക്ക് കാരണമായത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1 ഗഡു പെൻഷൻ അനുവദിച്ചു. ക്രിസ്തുമസ് പ്രമാണിച്ച് 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടിത്തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 27 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിലാണ്. ഇതിനാവശ്യമായ പണത്തിന്റെ 98% കേരളവും 2% കേന്ദ്ര സർക്കാരിൽ നിന്നുമാണ് ലഭിക്കുന്നത്. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 5.88 ലക്ഷം പേർക്കാണ് ശരാശരി 300 രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് 1600 രൂപയും. കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ 2023 ജൂലൈ മുതലുള്ള 425 കോടിയോളം രൂപ ഈ നവംബർ വരെ കുടിശ്ശികയുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭ TKS പുരം പ്ലാന്റ് പരിസരം നിവാസികളോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് കൗൺസിലർ VM ജോണി നഗരസഭ മാലിന്യ ശേഖരണ വാഹനം തടഞ്ഞു. ഹരിതകർമ്മസേന നഗരസഭയിലെ 44 വാർഡിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ടൺ കണക്കിന് സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. കൂടാതെ മാർക്കറ്റിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളും കുന്നുകൂടുന്നു. ഒരു തീപിടുത്തമോ മറ്റ് അപകടങ്ങളോ ഉണ്ടായാൽ ഫയർ എഞ്ചിൻ അടക്കമുള്ള വാഹനങ്ങൾക്ക് എത്തിപ്പെടാനുള്ള റോഡ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല. സ്റ്റേഡിയം കുട്ടികൾക്ക് കളിക്കാൻ സാധിക്കാത്ത വിധം കാട് കയറി കിടക്കുന്നു. കൂടാതെ സ്റ്റേഡിയം ദുരുപയോഗം ചെയ്യുന്നതിനാൽ അടച്ചുപൂട്ടിയിരിക്കുന്നു. കാട് വെട്ടിത്തെളിച്ച് CCTV നിരീക്ഷണത്തോടെ സ്റ്റേഡിയം തുറന്നുകൊടുക്കുക, പരിസരവും മറ്റും മാലിന്യം മാറ്റി വൃത്തിയാക്കുക, പൊട്ടിപ്പൊളിഞ്ഞ റോഡ് റീടാർ ചെയ്ത സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യം ഉന്നയിച്ചാണ് കൗൺസിലർ നഗരസഭാ മാലിന്യ വാഹനം തടഞ്ഞുള്ള സൂചനാ സമരം നടത്തിയത്. പരിഹാരം വൈകിയാൽ ജനങ്ങളുമായി ചേർന്ന് പ്ലാന്റ് 100% ഉപരോധിക്കുമെന്നും ഒരു വാഹനവും ഇവിടേക്ക് പ്രവേശിപ്പിക്കില്ലെന്നും കൗൺസിലർ പറഞ്ഞു. ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിലുള്ള മുഴുവൻ മാലിന്യങ്ങളും ഡംപ് ചെയ്യുന്ന സ്ഥലം, അതായത് നമുക്കറിയാം ഇപ്പോൾ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞ് ഈ 44 വാർഡിലും കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 44 വാർഡിലുള്ള മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവിടെ ഈ പ്ലാന്റിലാണ് ഇവിടെ കൊണ്ടുപോയി കൂട്ടിയിരിക്കുന്നത്. ഒന്ന് ഈ ശബ്ദം കേൾക്കുന്നവർ, എൻ്റെ വോയിസ് കേൾക്കുന്നവരൊന്ന് ഒന്ന് സന്ദർശിക്കണം, ഒന്ന് കാണണം. അത്രമാത്രം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ടുപോയി കൂട്ടിയിരിക്കുന്നത്. മെയിൻ വിഷയം വർഷങ്ങളായി ഞാൻ പറയുന്നു, ഇവിടേക്ക് ഒരു അപകടമുണ്ടായാൽ, ഒരു തീപിടുത്തം ഉണ്ടായിരുന്നാണ്, ഒരു തീപിടുത്തം ഉണ്ടായാൽ ഒരു ഫയർ എഞ്ചിൻ വരാനുള്ള ഒരു സൗകര്യവും ഇവിടെ ഇല്ല. അത് കത്തിപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കുള്ളൂ, കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുള്ളൂ, പുക ശ്വസിച്ചിട്ട് പ്ലാസ്റ്റിക് ശ്വസിച്ചിട്ട് എന്തായിരിക്കും അവസ്ഥ ഞാൻ പറയണോ? അപ്പോൾ അത്രമാത്രം അതിനൊരു തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അനധികൃതമായി തെരുവുവിളക്കുകൾ സ്ഥാപിച്ചത് ക്രമവൽക്കരിക്കാനായി പണം ആവശ്യപ്പെട്ട് KSEB നഗരസഭയ്ക്ക് നൽകിയ കത്ത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ശനിയാഴ്ച അടിയന്തര യോഗം വിളിക്കാൻ ചാലക്കുടി കൗൺസിൽ യോഗത്തിൽ തീരുമാനം. KSEB ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി ചർച്ച നടത്താനാണ് തീരുമാനം. KSEB നൽകിയ കത്തിൽ ക്രമക്കേടുള്ളതായി സ്വതന്ത്രാംഗം VJ ജോജിയാണ് കൗൺസിൽ ഉന്നയിച്ചത്. 3 വർഷം മുൻപ് 295 തെരുവ് വിളക്കുകൾ അനധികൃതമായി കത്തിക്കുന്നുണ്ടെന്ന് കാണിച്ച് വാർഡ്, പോസ്റ്റ് എന്നിവയുടെ നമ്പറുമടക്കം KSEB നഗരസഭയ്ക്ക് കത്ത് നൽകിയതായി ജോജി യോഗത്തെ അറിയിച്ചു. KSEB ആവശ്യപ്പെട്ടതനുസരിച്ച് ഇത് ക്രമവൽക്കരിക്കാനായി 10.75 ലക്ഷം രൂപ നഗരസഭ KSEBയിൽ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ 100-ൽ താഴെ ലൈറ്റുകളുടെ ക്രമവൽക്കരണം മാത്രമാണ് നടത്തിയതെന്ന് ഭരണപ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ ആരോപിച്ചു.
ഇത് സംബന്ധിച്ച ആക്ഷേപം നിലനിൽക്കുന്നതിനിടെയാണ് കഴിഞ്ഞയാഴ്ച ലൈറ്റുകൾ ക്രമവൽക്കരിക്കാനായി KSEB പുതിയ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 3 വർഷം മുമ്പ് നൽകിയ നോട്ടീസിലെ ഭൂരിഭാഗം പോസ്റ്റുകളും ക്രമവൽക്കരിക്കുന്നതിനായി പുതിയതായി നൽകിയ 225 പോസ്റ്റുകൾ ഉൾപ്പെടുന്ന നോട്ടീസിലുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യാൻ അടുത്ത ദിവസം പ്രത്യേക യോഗം വിളിക്കുമെന്ന് ചെയർമാൻ ഇൻചാർജായി വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു അറിയിച്ചു. തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണികളുടെ നടത്തിപ്പിലും ആരോപണമുയർന്നു. പുതിയ കരാറുകാരൻ കൃത്യമായി അറ്റകുറ്റപ്പണികൾക്ക് എത്തുന്നില്ലെന്ന് ഭരണപ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. ലൈൻമാൻ, സൂപ്പർവൈസർ, ഓവർസിയർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുവെന്നുള്ള ഉത്തരവ് ഇപ്പോൾ KSEB പാലിക്കുന്നില്ലെന്നും യോഗത്തിൽ ആക്ഷേപമുണ്ടായി. ആക്ഷേപങ്ങളില്ലാതെ മെയിൻ്റനൻസ് നടത്തിയിരുന്ന പഴയ കരാറുകാരനെ മാറ്റി പുതിയ ആൾക്ക് കരാർ നടത്തിയതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകളിലേക്ക്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മതിലകം താമരക്കുളത്തുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് ആണ് മരിച്ചത്. മതിലകം 8-ാം വാർഡിൽ എസ്എൻപുരം കല്ലിക്കാട്ട് അശോകന്റെ മകൻ 33 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. 10 മാസം മുൻപായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിക്കുകയായിരുന്നു. അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന അഖിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മരിച്ചത്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11-ന് പെരിഞ്ഞനത്തെ പൊതുശ്മശാനത്തിൽ നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ AATUC മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർമെന്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കാതെ വരിക. കാരണം ഏകദേശം 2 വർഷത്തോളമായിട്ട് ഈ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് അവരുടെ പെൻഷനും അതോടൊപ്പം തന്നെ അവരുടെ മറ്റുള്ള അതായത് വിവാഹ ആവശ്യത്തിനുള്ള അപേക്ഷകൾ, അവരുടെ മരണാനന്തര സഹായങ്ങൾ, അവരുടെ മാരക രോഗം വന്നവർക്കുള്ള സഹായത്തിനുള്ള അപേക്ഷകൾ, അങ്ങനെ ഒട്ടേറെ അപേക്ഷകളൊക്കെ തന്നെ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ്റെ ക്ഷേമനിധി ബോർഡിൽ കെട്ടിക്കിടക്കുകയാണ്. ഈ അപേക്ഷകളൊക്കെ ഇതിന് ഉടനെ പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെടുമ്പോൾ അതിന് പണം കണ്ടെത്തേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിന് പണം കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് AATUCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒട്ടേറെ സമരങ്ങളുടെ ഭാഗങ്ങളിൽ ഒന്നാണ് പഞ്ചായത്തുകൾ സെസ് പിരിക്കുക എന്നുള്ളത്. പഞ്ചായത്തുകളിലെ കെട്ടിടങ്ങളിലെ കൃത്യമായി സെസ് പിരിച്ചെടുത്ത് ക്ഷേമനിധി ബോർഡിലേക്ക് പണം അടച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേമനിധി ബോർഡിനെ തനതായി പ്രവർത്തിക്കാനുള്ള വേണ്ട സാമ്പത്തിക ശേഷി ഉണ്ടാവുകയും അതുവഴി നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കേണ്ട പെൻഷനുകളും കൃത്യമായി കൊടുക്കാൻ കഴിയും. KV സുജിത്ലാൽ അധ്യക്ഷത വഹിച്ചു. PK വിശ്വംഭരം, ഇന്ദിര ദിവാകരൻ, ലളിത ചന്ദ്രശേഖരൻ, TN വേണു, AN ഹക്കീം, VN ചന്ദ്രബോസ്, P സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ ഉടൻ സെസ് പിരിച്ചെടുക്കുക, ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കുക, ആനുകൂല്യങ്ങളും പെൻഷനും കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക എന്നീ ആവശ്യം ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. മാള ഹോളി ഗ്രേസ് അക്കാദമി CBSE സ്കൂൾ 25ാം വാർഷികാഘോഷം സിൽവർ ആൻഡ് ജൂബിലിയത്തിന് തുടക്കമായി. ഇരിങ്ങാലക്കുട അതിരൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ആദ്യദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സിൽവർ ജൂബിലിയിലെ കൃത്യമായിട്ടുള്ള അംഗങ്ങൾ ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. 25 വർഷം മുമ്പ് ആരംഭിച്ച കോളേജിൽ ഇന്ന് CBSE എഞ്ചിനീയറിംഗ് കോളേജ്, MBA കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഫാർമസ്യൂട്ടിക്കൽ കോളേജ്, പോളിടെക്നിക് തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ സമൂഹത്തിന് വലിയ സേവനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും വിദ്യാർത്ഥികളുടെ കലവുകളിൽ അക്ഷരദീപം പകർന്നുകൊടുത്ത അധ്യാപകരെ എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായി അനുസ്മരിക്കുന്നു. ഇതൊരു മത്സരങ്ങൾ നിറഞ്ഞ കാലമാണ്. മത്സരങ്ങൾ വിസ്മയങ്ങൾ നിറഞ്ഞ കാലമാണ്. ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് ഒരു പുതിയ അറിവ് കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി ലൈബ്രറിയിൽ പോയി പരിശോധിക്കണം. സ്കൂൾ ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ രജത ജൂബിലി ലോഗോ പ്രകാശനവും വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടന്നു.
ഡയറക്ടർ ജോസഫ് ആലുങ്കൽ, സ്കൂൾ പ്രിൻസിപ്പൽ ബിനിയം, സുർമി നസീർ, സ്കൂൾ വൈസ് ക്യാപ്റ്റൻ മുഹമ്മദ് യാനിസ്, സ്പോർട്സ് ക്യാപ്റ്റൻ ആഷ്ലി മോൻസി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കർണാടക സംഗീതം, പാശ്ചാത്യ നൃത്തം, ആയോധന കല, യോഗ പ്രദർശനം എന്നിവയും സോൾ ഓഫ് ഇന്ത്യ തീം ആസ്പദമാക്കി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പൊയ്യ യൂണിറ്റ് സമ്മേളനം നടന്നു. ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. തയ്യൽ തൊഴിൽ മേഖലയിൽ AKTA എന്ന് പറയുന്ന നമ്മുടെ സ്വതന്ത്രമായി കൂട്ടായ്മയല്ലാതെ മറ്റൊരു സംഘടനയും പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി നിലവിൽ വരികയും അതിന്റെ നിയമത്തിന്റെ ഗുണഫലങ്ങൾ നമ്മുടെ അംഗങ്ങൾ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുന്ന കാലഘട്ടമായപ്പോഴാണ് ദേശീയ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഉൾപ്പെടെ CITU ആയിരുന്നാലും INTUC ആയിരുന്നാലും BMS ആയിരുന്നാലും AITUC ആയിരുന്നാലും അത്തരത്തിലുള്ള ആളുകളൊക്കെ തയ്യൽ തൊഴിൽ സംഘടനാ മേഖലയിലേക്ക് കടന്നു വരികയും ആ കടന്നുവരവ് മാത്രം ഉണ്ടാകുകയും തയ്യൽ തൊഴിലാളി സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും നിലവിലുള്ളത്. നമ്മളാണെങ്കിൽ തയ്യൽ തൊഴിലാളി സമൂഹത്തിനെതിരെ വരുന്ന വിഷയങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയുടെ അംശാദായം 2020 20 രൂപയിൽ നിന്ന് 50 രൂപയാക്കി വർദ്ധിപ്പിച്ചു. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. 50 രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോ ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞത് ഗസറ്റ് വിജ്ഞാപനം വഴി നമുക്ക് തന്ന ഉറപ്പ് 18 വയസ്സിൽ ചേരുന്ന ഒരാൾ 42 വർഷക്കാലം ക്ഷേമനിധിയിലെ പണമടച്ച് പിരിയുമ്പോൾ അവരുടെ റിട്ടയർമെന്റ് ആനുകൂല്യം 1,50,000 എന്നാണ്. ഏരിയ സെക്രട്ടറി ലീല ശ്രീധരൻ, പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ, സന്ധ്യ ടൈറ്റസ്, ഷീല ജോസ്, കെ ശോഭന എന്നിവർ പങ്കെടുത്തു. ലൈവ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെ ലൈവ് ക്ലബ് ഹൗസിൽ വെച്ച് ബദ്രഹം ഫെസ്റ്റ് 2024-25 വിപുലമായി പരിപാടികളോടെ സംഘടിപ്പിക്കുന്നു. ചാലക്കുടിയുടെ മുഴുവൻ വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെയാണ് പരിപാടി ഒരുക്കുന്നത്. മെഗാ ക്രിബ്, സ്റ്റാർ ഷോ, ലൈവ് ഫ്ലോട്ട്സ്, ഡെയിലി സ്റ്റേജ് പ്രോഗ്രാംസ് തുടങ്ങി ഒട്ടനവധി സാംസ്കാരിക പരിപാടികൾ ഉണ്ടാകും. ക്രിബ് ഉദ്ഘാടനം 24 വൈകിട്ട് 5 നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ആളൂക്കാരൻ, സെക്രട്ടറി ബിജു വളപ്പി, പ്രോഗ്രാം കൺവീനർ ഷിബു ആളൂക്കാരൻ, പബ്ലിസിറ്റി കൺവീനർ അഡ്വക്കേറ്റ് സുനിൽ മാളക്കാരൻ എന്നിവർ അറിയിച്ചു. ചാലക്കുടി ചൗക്ക സെന്റ് മേരീസ് ലൂർദ് പള്ളി നവതിയോടനുബന്ധിച്ച് ചൗക്ക മരിയൻ ചാരിറ്റി ട്രസ്റ്റ് ഡിസംബർ 22 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 1 മണി വരെ ചൗക്ക സെന്റ് ആന്റണീസ് UP സ്കൂളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. തൃശൂർ അമല മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പ് ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഡോക്ടർ ആൻഡോ കരിപ്പായി, പ്രസിഡന്റ് ഷാജു ഉദിനി പറമ്പൻ, സെക്രട്ടറി സിജു വടക്കുംപാടൻ, കൺവീനർമാർ ഷൈജു അവരേഷ്, മത്തായി കാനംകുളം എന്നിവർ സംസാരിച്ചു. കൂടപ്പുഴ ശ്രീ സുബ്രഹ്മണ്യസ്വാമി മഹാക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി CK നാരായണൻകുട്ടി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. മേൽശാന്തി K ബാബുലാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KA ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി AT ബാബു, ട്രഷറർ KG സുന്ദരൻ, വൈസ് പ്രസിഡന്റ് K പരമേശ്വരൻ, ES അനിയൻ, ജോയിന്റ് സെക്രട്ടറിമാരായ TK ബാബു, CS സത്യൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഡിസംബർ 24 ചൊവ്വാഴ്ചയാണ് കാവടി മഹോത്സവം. രാവിലെ 8-ന് വിവിധ കരകളിൽ നിന്നും പുറപ്പെട്ട കാവടി സംഘങ്ങൾ ഉച്ചയ്ക്ക് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. ഉച്ചയ്ക്ക് അന്നദാനം നടക്കും. വൈകിട്ട് 5-ന് സൗത്ത് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന കാവടി ഘോഷയാത്ര രാത്രി 10-ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് പള്ളിവേട്ട 25 ബുധൻ രാവിലെ 7:30-ന് ആറാട്ട് കൂടപ്പുഴ ആറാട്ടുകടവിൽ നടക്കും. പറവൂർ പറയകാട് പ്രസിദ്ധമായ ഗുരുതിപ്പാടം ക്ഷേത്രത്തിലെ ഗുരുതിപ്പാടത്തമ്മയുടെ തിരുവുത്സവത്തിന് കൊടിയേറി. പറവൂർ രാകേഷ് തന്ത്രി, ക്ഷേത്ര മേൽശാന്തി താലത്ത് അശോകൻ തന്ത്രി എന്നിവർ കൊടിയേറ്റത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കൊടിയേറ്റ സദ്യ, സംഗീതാർച്ചന എന്നിവ നടന്നു. 25-ന് പകൽപൂരം, പഞ്ചാരിമേളം, നാദസ്വരമേളം, പാണ്ഡ്യമേളം, കുടമാറ്റം എന്നിവ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിളവെടുക്കാറായ നെൽകൃഷി കരിഞ്ഞ് കേടായ അവസ്ഥയിൽ. എന്ത് ചെയ്യണമെന്നറിയാതെ കർഷകർ ആശങ്കയിൽ. പുത്തഞ്ചിറ പാറപ്പെട്ട കുറുങ്ങാപ്പാടം പാടശേഖരത്തിലെ നെൽകൃഷിയാണ് ഉപയോഗശൂന്യമായ അവസ്ഥയിലായിരിക്കുന്നത്. കേരള വിഷൻ സോളാർ ഹോംസ് പദ്ധതിയുടെ മാള മേഖല ഉദ്ഘാടനം നടന്നു. ദീർഘകാല സർവീസ് ഗ്യാരണ്ടിയും കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ലഭിക്കും വിധത്തിൽ ലോൺ സൗകര്യവും ഉപയോഗപ്പെടുത്തിയാണ് സോളാർ പദ്ധതി നടപ്പിലാക്കുക.
മാള സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാൻ നടപടിയായി. കെട്ടിടം പൊളിച്ചു മാറ്റാനായി ലേലം ഉറപ്പിച്ചു നൽകിയതായി ഇരിങ്ങാലക്കുട കെട്ടിട ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.